പേഴ്സണലി എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പം അറിയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇതെല്ലാം അറിയുന്നത് ഇതിന് ശേഷമാണ്, ഇൻസിഡന്റിന് ശേഷമാണ്. കാരണം എനിക്ക് ആ കുട്ടീനെ പേഴ്സണലി അറിയില്ലായിരുന്നു. ഈ അധ്യാപകരുടെ പെരുമാറ്റം എങ്ങനെയാണ്? പ്രത്യേകിച്ച് സംഗീത ഇവരെക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം. ഞങ്ങൾ അക്കാഡമിക്കലി നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാമാണ്. മാം അങ്ങനെ ചീത്ത പറയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിഷമാവുന്ന രീതിയിലൊന്നും പറയുന്നതായിട്ട് ഞാനിപ്പോൾ 8 വർഷം ഇവിടെ പഠിച്ച് ഇറങ്ങിയിട്ടില്ല. 8 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. 2018 ബാച്ചാണ്. അപ്പം മാമിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ റാം സാറിൻ്റെ വക ഹ്യൂമിലിയേഷൻ അങ്ങനെ പലരും അത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. റാം സാറിന്റെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. എന്ത് തരത്തിലുള്ള ടോർച്ചർ അവർ നിങ്ങളോട് ചെയ്യുന്നത്? കളിയാക്കലും ഹ്യൂമിലിയേഷനും ഒക്കെ തന്നെയാണ്. ഇന്റേണൽ മാർക്സിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നത് അങ്ങനത്തെ പ്രശ്നമൊക്കെ? ഇന്റേണൽ മാർക്സ് ചിലർക്ക് പേഴ്സണൽ ഗ്രഡ്ജ് കാരണം ഇന്റേണൽ മാർക്സ് കട്ട് ചെയ്ത ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്റേൺസ് ആണല്ലേ? ഞാൻ ഹൗസ് സർജനാണ്. ഇന്റേൺ ഈ BDS ഇന്റേൺസ് ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ മറ്റും ചില വിദ്യാർത്ഥികൾ കൂടി ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തരാം. കാരണം ഇവര് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.